തിരുവനന്തപുരം മംഗലപുരത്ത് രാവിലെ പുലർച്ചെ 4 മണിയോടെ ടാങ്കർ ലോറി മറിഞ്ഞ സംഭവത്തിൽ ഭീമാകാരനായ ടാങ്കറിനെ മാറ്റുന്നതിനുള്ള ജോലികൾ ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് സത്യത്തിൽ ഒരു ഭയാനകമായൊരു സാഹചര്യം കൂടിയാണ്. ഇതിനകത്ത് LPG ഗ്യാസ് ആണെന്നുള്ളതാണ്. രാവിലെ ഏകദേശം 18 ടണ്ണോളം LPG ഗ്യാസ് ഉണ്ടായിരുന്ന ഒരു ടാങ്കർ ലോറിയായിരുന്നു. കൊച്ചിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഇന്ന് രാവിലെ പുലർച്ചെയോടെ മംഗലപുരത്ത് വെച്ച സർവീസ് റോഡിലൂടെ ഇറങ്ങാൻ ശ്രമിക്കവേ മറിഞ്ഞു വീണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഭാഗ്യത്തിന് രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കഴക്കൂട്ടം ചാക്ക ഫയർ സ്റ്റേഷനുകളിലെ ഫയർ റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിൽ കൂടെയാണ് ഇവിടെ ഇപ്പോൾ ഇതിനെ എടുത്ത് മാറ്റുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. പരിസരവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക പരത്തുന്ന ഒരു കാര്യം കൂടെയാണ്. കാരണം 50% ഇതിൽ നിന്ന് LPG മാറ്റിയിട്ടുണ്ടെങ്കിലും, ഇതിൻ്റെ ഗ്യാസ് മാറ്റിയിട്ടുണ്ട്, വാതകം മാറ്റിയിട്ടുണ്ടെങ്കിലും, മറ്റ് ടാങ്കറുകളിൽ നിറച്ച് മാറ്റിയിട്ടുണ്ടെങ്കിലും വീണ്ടും 50% ഇതിനുള്ളിൽ തന്നെ അവശേഷിക്കുന്നുണ്ട്. ഈ ഒരു ടാങ്കർ നിവർത്തിയെടുത്ത് നേരെ വച്ചാൽ മാത്രമേ ഇനി അത് മാറ്റാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്നവർ പറയുന്നത്. ഇപ്പോൾ ഇതിനെ മാറ്റാനുള്ള ക്രെയിനൊക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ആശങ്ക ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു കണ്ടെയ്നറായി തന്നെ, ഒരു ടാങ്കറായി തന്നെ ഇവിടെ അവശേഷിക്കുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മംഗലപുരത്ത് ആണ് സംഭവം നടന്നിരിക്കുന്നത്. ഏകദേശം ഈ ഒരു പരിസരത്തുള്ള 5 കിലോമീറ്ററോളം പരിസരത്തുള്ള വ്യക്തികളെ ഇവിടെ നിന്ന് ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഫയർഫോഴ്സ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ ഈ പ്രദേശത്ത് കത്തിക്കാൻ പാടില്ല തുടങ്ങി അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇതെടുത്ത് മാറ്റാനുള്ള പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മണിക്കൂറുകൾ പിന്നിട്ടാൽ മാത്രമേ ഇതെടുത്ത് മാറ്റാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും രാത്രി വൈകിയാണെങ്കിലും ഈ ടാങ്കറിനെ ഇവിടെ നിന്നെടുത്ത് മാറ്റി മാത്രമേ ഇതിൻ്റെ ഭീതികരമായൊരു സാഹചര്യം മാറ്റാൻ സാധിക്കൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റുന്നതിനുള്ള ജോലികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വിഷ്വൽസ് എടുക്കാം. ചേട്ടാ അത് ഓഫ് ചെയ്ത്